ഇത്രയും ശോകം മൂവി എന്ന് പറയാൻ എനിക്ക് പറ്റൂല. ബൈ ദ ബൈ, ഈയിടെ കണ്ട മൂവീസിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു മൂവിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. എസ്പെഷ്യലി ഷർഫുദ്ദീൻ. അങ്ങേർക്ക് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതൊക്കെ നല്ല പക്കായിട്ട് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും ഒരുപാട് ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ബേസിക്കലി എന്നെ പോലത്തെ ആൾക്കാർ. അവർക്കൊക്കെ ഈ മൂവി നല്ലോണം വർക്കൗട്ട് ആവും. ആരും വലിയ സീരിയസ് ആയിട്ട് പോയിരുന്ന് ഭയങ്കര വീക്ഷണത്തോടു കൂടി ഈ സിനിമയൊന്നും പോയി കാണരുത്. ക്ലൈമാക്സിൽ കുറച്ചൊരു അതൃപ്തിയുണ്ട്. ബാക്കിയൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. എനിക്ക് ഓക്കെയാണ്, പേഴ്സണലി പറയാണ്. ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യം ലേറ്റ് ആയില്ല. മൂവി തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ സ്പോട്ടിലെത്തി. അടിപൊളി സിനിമ. കൊറേ ചിരിച്ചു കൊറേ നാൾക്ക് ശേഷം ഇങ്ങനെ സിനിമയിലൊന്നും ചിരിക്കുന്നില്ലല്ലോ. ഇത് ഫുൾ എൻഡ് വരെ ചിരിച്ചു. നല്ല എത്ര കഴിച്ചാലും വീടിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ പ്രത്യേക ഒരു രോഗം പോലെ വിശപ്പ് കൂടിയുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞമ്മം വെച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂവി കണ്ടതിന് ശേഷം പിന്നെ ഒറ്റ മൈൻഡാ നേരെ ഫോട്ടോ കൊച്ചിയിൽ പോയിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. വെറുതെ വായനോക്കി കുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൺഡേ അതിനെക്കൊണ്ട് നല്ല തിരക്കുണ്ട്. ബൈ ദ വൈ, എനിക്ക് ഇങ്ങനത്തെ തിരക്ക് പിടിച്ച ലൊക്കേഷൻസ് ഒന്നും വലിയ ഇഷ്ടമല്ല. പീസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും പോയിരിക്കണം. പ്രായം കുറച്ച് അധികം ഉണ്ടെങ്കിലും ഇങ്ങനെ കുട്ടിത്തം വരാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഭയങ്കര ചൈൽഡിഷ് ആയി പോവുകയും ചെയ്യും. പൈസ കുറെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും വാങ്ങിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ജസ്റ്റ് എടുക്കുക, നോക്കുക, തിരിച്ചു വെക്കുക, പിന്നെ ഭംഗി ആസ്വദിക്കുക. വീണ്ടും വീണ്ടും വിശപ്പാ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്വീറ്റ് കോണും നേരെ അറേബ്യൻ പാലസിൽ പോയിട്ട് മന്തിയും കഴിച്ച്. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഒരു ദിവസം തീർക്കാൻ എന്തൊക്കെ ചെയ്ത് തീർത്തലാണ് കഴിച്ച്.